സാറേ ഓ ഓക്കെ തുടങ്ങാമല്ലോ. സെഷൻ സ്റ്റാർട്ട് ചെയ്യാം ടീച്ചർ. ഓക്കെ. Good morning all. As for some inconvenience, sorry for your inconvenience. Today we are going to start second section of medical electronics for S5 students. It is going to be presented by Mrs. Shrija Rajan, Head of Department, Government Polytechnic College, Edivon. She is the most apt person to handle this class, as she is a prominent figure of teaching field, having 23 years of experience as lecturer and head of department. I am sure you will find this session very effective and will utilize to understand the concept of medical electronics. If you have any doubt regarding if you have any doubt regarding the covered topics, please feel free to comment at the end of the session. There will be a polling in between the sessions. I am very glad to welcome Mrs. Shrija Rajan to take the class. She will be taking over from here. Thank you. Teacher. Okay. Teacher. Audible ആണല്ലോ? അതെ, കറക്റ്റ് ആണ്. ഓക്കെ. ഗുഡ് മോർണിംഗ്. ഞാൻ ഇന്നത്തെ സെഷൻ മെഡിക്കൽ ഇലക്ട്രോണിക്സ് ആണ് എടുക്കാൻ പോകുന്നത്. മെഡിക്കൽ ഇലക്ട്രോണിക്സ് ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ ഫസ്റ്റ് ഈ സിറ്റ് ടീമിനും ഇതിന്റെ കോർഡിനേറ്റേഴ്സിനും താങ്ക്സ് പറഞ്ഞുകൊള്ളുന്നു. ഓക്കെ, ലെറ്റ് us start the topic. ഇതാണ് നമ്മുടെ ഫസ്റ്റ് യൂണിറ്റ്. ഞാൻ മോഡ്യൂൾ 1 ആണ് നിങ്ങൾക്ക് ഹാൻഡിൽ ചെയ്യാൻ പോകുന്നത്. മോഡ്യൂൾ 1 ഈ പോർഷൻസ് ആയിരിക്കും ഞാൻ നിങ്ങൾക്ക് ഹാൻഡിൽ ചെയ്യുന്നത്. ദാറ്റ് ഈസ് ദ റെസ്റ്റിംഗ് ആൻഡ് ആക്ഷൻ പൊട്ടൻഷ്യൽ ആൻഡ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഇലക്ട്രോഡ്സ്, ദെൻ ദ ആക്ടിവിറ്റി ഓഫ് ദ ബ്രെയിൻ ആൻഡ് ബ്ലോക്ക് ഡയഗ്രാം ഓഫ് EEG മെഷീൻ. ഇത്രയും കാര്യങ്ങളാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് കവർ ചെയ്യാൻ പോകുന്നത്. അതിൽ ആദ്യത്തെ ഒരു പോർഷൻ അനാട്ടമി ഓഫ് ഹ്യൂമൻ ബോഡി. ശരിക്കും പറഞ്ഞാൽ അതെല്ലാം നിങ്ങൾ സ്കൂളിലെ കൊച്ചു ക്ലാസ്സുകളിൽ പഠിച്ചതാണ്. ആൻഡ് സോ അതിൽ ഒരുപാട് ഡീറ്റെയിൽസ് ഞാൻ പോകുന്നില്ല. വി വിൽ കം ടു റെസ്റ്റിംഗ് ആൻഡ് ആക്ഷൻ പൊട്ടൻഷ്യൽ. ഇത് ഞാൻ റെഫർ ചെയ്തിട്ടുള്ള സാമ്പിൾ ടെക്സ്റ്റ് ബുക്സ് ആണ്. നൗ ടുഡേയ്സ് കണ്ടന്റ് ആണ്. ഇന്ന് ഞാൻ എടുക്കാൻ പോകുന്ന പോർഷൻസ് ബയോ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ, മെഷർമെന്റ് ഓഫ് ബയോ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ, ഇലക്ട്രോ എൻസെഫലോഗ്രാം ഓർ EEG. ഈ 3 ടോപ്പിക്സ് ആണ് ഇന്ന് ഹാൻഡിൽ ചെയ്യാൻ പോകുന്നത്. ആൻഡ് കമ്മിങ് ടു ദ ഫസ്റ്റ് ടോപ്പിക്, ദാറ്റ് ഈസ് ബയോ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ. നമ്മുടെ ബോഡിയിൽ കുറച്ച് പൊട്ടൻഷ്യൽ ഉണ്ട്. എവിടെന്ന് എങ്ങനെ വരുന്നു എന്നുള്ളതാണ് നമ്മൾ ഫസ്റ്റ്. ബോഡിക്കകത്ത് ജനറേറ്റ് ചെയ്യുന്ന ആ ഒരു പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ ഒരു വോൾട്ടേജ്, ആ ഒരു വോൾട്ടേജിനെയാണ് നമ്മൾ ബയോ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. എന്തിനു വേണ്ടി ഈ ബയോ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ? നമ്മുടെ ബോഡിയിലുള്ള ഓരോ ഓർഗൻസും, ഫോർ എക്സാമ്പിൾ ഹാർട്ട്, ബ്രെയിൻ, ഇതിനൊക്കെ എന്തെങ്കിലും ഡാമേജ് ഉണ്ടോ, ഇതൊക്കെ വർക്കിംഗ് പ്രോപ്പർലി ആണോ എന്നൊക്കെ അറിയാനായിട്ട് നമ്മൾ ഈ ബയോ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ മെഷർ ചെയ്താൽ നമുക്ക് മനസ്സിലാവും. ആൻഡ് അത് തരുന്ന ഔട്ട്പുട്ട് വേവ് ഫോം അല്ലെങ്കിൽ ഔട്ട്പുട്ട് വോൾട്ടേജസ്, ഇത് മെഷർ ചെയ്ത് കഴിഞ്ഞാൽ ഡോക്ടേഴ്സിന് മനസ്സിലാവും എല്ലാം കറക്റ്റ് ആയിട്ടാണോ ഫങ്ഷൻ ചെയ്യുന്നത്. ആൻഡ് ദീസ് ബയോ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ വിച്ച് ആർ പ്രൊഡ്യൂസ്ഡ് ഇൻസൈഡ് ദ ബോഡി, ദേ ആർ ഡ്യൂ ടു അയോൺസ്. ബോഡിയിൽ സെൽസിൽ ഒരുപാട് അയോൺസ് ഉണ്ട്. ഈ അയോൺസ് കാരണമാണ് ബയോ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഉണ്ടാവുന്നത്. സോ ദേ ആർ ഓൾസോ കോൾഡ് അയോണിക് വോൾട്ടേജസ്. ദേ ആർ ഓൾസോ കോൾഡ് അയോണിക് വോൾട്ടേജസ്. ഞാൻ അതിന്റെ ഡീറ്റെയിൽസിലേക്ക് വരാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മുടെ ബോഡിയിൽ കുറെ ബയോ ഇലക്ട്രിക് പൊട്ടൻഷ്യൽസ് ഉണ്ട് ഡ്യൂ ടു അയോൺസ്. ഈ ബയോ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ മെഷർ ചെയ്താൽ നമ്മുടെ ബോഡിയിൽ എന്തെങ്കിലും അസുഖം ഉണ്ടോ ഇല്ലയെന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റും. ആൻഡ് ഈ അയോണിക് പൊട്ടൻഷ്യൽ ഓർ ബയോ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ ഇലക്ട്രോണിക് ഡിവൈസസിൽ കൊടുക്കാൻ പറ്റത്തില്ല. ഫോർ എക്സാമ്പിൾ CROയിലോ അല്ലെങ്കിൽ എന്തെങ്കിലും മോണിറ്ററിലോ പെൻ ചാർട്ട് റെക്കോർഡറിലോ ഒന്നും നമുക്ക് സേവ് ചെയ്യാനൊന്നും പറ്റത്തില്ല. So we have to convert these ionic potential to electric potential, to electric voltages.
അതിന് നമ്മൾ യൂസ് ചെയ്യുന്ന ഡിവൈസ് ആണ് ട്രാൻസ്ഡ്യൂസേഴ്സ്. ട്രാൻസ്ഡ്യൂസേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് കൺവേർട്സ് വൺ ഫോം ഓഫ് എനർജി ടു അനദർ. അതാണ് ട്രാൻസ്ഡ്യൂസേഴ്സ്. അപ്പൊ ഈ അയണിക് പൊട്ടൻഷ്യലിനെ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ട്രാൻസ്ഡ്യൂസേഴ്സ് ആണ് ഇലക്ട്രോഡ്സ്. ദാറ്റ് ഈസ് ആ പോർഷൻ ആണ് നമ്മൾ സെക്കൻഡ് ആയിട്ട് പഠിക്കാൻ പോകുന്നത്. നൗ എങ്ങനെ ഈ ബയോ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഉണ്ടാവുന്നു? ബയോ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ പഠിക്കുമ്പോൾ bioelectric potential are of two types. One is the resting potential and the second one is action potential. Resting potential, ആ വേർഡിൽ നിന്ന് തന്നെ നമുക്ക് കുറച്ച് കാര്യം ക്ലിയർ ആണ്. റെസ്റ്റിംഗ് പൊട്ടൻഷ്യൽ ആൻഡ് ആക്ഷൻ പൊട്ടൻഷ്യൽ. അതിൽ റെസ്റ്റിംഗ് പൊട്ടൻഷ്യലില് നമ്മൾ പഠിക്കാൻ പോകുന്ന ടേം ദ പോളറൈസ്ഡ് സ്റ്റേറ്റ് ഓഫ് എ സെൽ. പോളറൈസ്ഡ് സ്റ്റേറ്റ് ഓഫ് എ സെൽ. ആൻഡ് ആക്ഷൻ പൊട്ടൻഷ്യലിൽ രണ്ട് വേർഡ്സ് നമ്മൾ പഠിക്കും. ദാറ്റ് ഈസ് ഡീപോളറൈസ്ഡ് സ്റ്റേറ്റ് ഓഫ് സെൽ ആൻഡ് ഡീപോളറൈസേഷൻ ആൻഡ് റീപോളറൈസേഷൻ. ഈ രണ്ട് വേർഡ്സ് ആണ് നമ്മൾ ആക്ഷൻ പൊട്ടൻഷ്യലിൽ പഠിക്കുന്നത്. നമുക്ക് റെസ്റ്റിംഗ് പൊട്ടൻഷ്യൽ, ആക്ഷൻ പൊട്ടൻഷ്യൽ എന്നൊക്കെ പറയുമ്പോൾ അത്ര ക്ലിയർ ആവത്തില്ല. ഞാൻ അതിലോട്ട് വരാം. ദിസ് ഈസ് ദ റെസ്റ്റിംഗ് പൊട്ടൻഷ്യൽ ഓഫ് ദ സെൽ. ഈ റെസ്റ്റിംഗ് പൊട്ടൻഷ്യലില് നമ്മൾ പഠിക്കുമ്പോൾ റെസ്റ്റിംഗ് പൊട്ടൻഷ്യൽ എന്തുവാണെന്ന് പഠിക്കുന്നതിന് മുമ്പ് വാട്ട് ഈസ് എ സെൽ? ഞാൻ ഒരുപാട് ഡീറ്റെയിൽഡ് ആയിട്ട് ബയോളജി പോകുന്നില്ല. എന്നാലും സെൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡിയിൽ ഫുൾ ഓഫ് സെൽസ് ആണ്. സെൽസ് കൊണ്ടാണ് ന്യൂറോൺ ഇതെല്ലാം കണ്ടക്ട് ചെയ്യുന്ന. സെൽസ് കണ്ടക്ട് ചെയ്യുമ്പോഴാണ് ഈ ന്യൂറോൺ ആക്ടിവിറ്റി ഉണ്ടാകുന്നത്. ബോഡിയിൽ ഒരുപാട് സെൽസ് ഉണ്ട്. സ്കിന്നിലായാലും മസിൽസിലായാലും ബ്രെയിനിലായാലും ഹാർട്ടിലായാലും ഫുൾ ഓഫ് സെൽസ് ആണ്. ഈ സെൽസ് ആ മെയ്ഡ് അപ്പ് ഓഫ് ഫ്ലൂയിഡ്. സെൽസ് ഫുൾ ഫ്ലൂയിഡിലാണ് നിൽക്കുന്നത്. ഈ സെല്ലിലെല്ലാം സെമി പെർമിയബിൾ മെംബ്രെയിൻ വെച്ചാണ് കവർ ചെയ്തേക്കുന്നത്. സെമി പെർമിയബിൾ മെംബ്രെയിൻ ആ വേർഡിന്ന് ക്ലിയർ ആണ്. സെമി പെർമിയബിൾ മെംബ്രെയിൻ മീൻസ് ഇറ്റ് അലൗസ് സം അയോൺസ് ടു പാസ് ത്രൂ ആൻഡ് ചിലതിനെ കടത്തിവിടത്തില്ല. ദാറ്റ് ഈസ് സെമി പെർമിയബിൾ മെംബ്രെയിൻ. അപ്പൊ എല്ലാ സെല്ലും സെമി പെർമിയബിൾ മെംബ്രെയിൻ വെച്ചാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ സെൽസ് ചില അയോൺസിനെ കടത്തിവിടും, ചിലതിനെ കടത്തിവിടത്തില്ല. ദാറ്റ് ഈസ് ദ പ്രോപ്പർട്ടി ഓഫ് ദ മെംബ്രെയിൻ. ഈ ഫിഗറിൽ കാണുന്നതാണ് സെമി പെർമിയബിൾ മെംബ്രെയിൻ. നിങ്ങൾ കാണുന്നുണ്ടായിരിക്കും സെമി പെർമിയബിൾ മെംബ്രെയിൻ. ഈ സെമി പെർമിയബിൾ മെംബ്രെയിന്റെ ഔട്ട്സൈഡ് ഇതെല്ലാം നിൽക്കുന്ന എവിടെ? ഫ്ലൂയിഡിലാണ്. ദ ഔട്ട്സൈഡ് of the cell is covered with a fluid called external cell fluid or extracellular fluid, and internal of the cell is covered with a fluid called internal cell fluid or intracellular fluid. ഇങ്ങനെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ സെൽ ഫ്ലൂയിഡിനകത്തൊക്കെ എന്താ? അയോൺസ് ആണ്. സാധാരണ നമ്മുടെ ബോഡിയിലുള്ള അയോൺസ് ഏതൊക്കെയാ? സോഡിയം പോസിറ്റീവ് ആണ്, ആൻഡ് ക്ലോറൈഡ് നെഗറ്റീവ് ആണ്, പൊട്ടാസ്യം. ഇങ്ങനെ ഒരുപാട് അയോൺസ് നമ്മുടെ ബോഡിയിലുണ്ട്. എന്നാലും മെജോറിറ്റി ഒരുപാട് അയോൺസ് ഉണ്ട്. ഞാൻ അതിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകുന്നില്ല. എന്നാലും കൂടുതലും ഉള്ളത് സോഡിയം അയോൺ ആൻഡ് ക്ലോറൈഡ് അയോൺ. സോഡിയം, ക്ലോറൈഡ് ആൻഡ് പൊട്ടാസ്യം. അതിൽ സോഡിയം ഈസ് പോസിറ്റീവ്, ക്ലോറൈഡ് ഈസ് നെഗറ്റീവ് ആൻഡ് പൊട്ടാസ്യം ഈസ് നെഗറ്റീവ്. ഇങ്ങനെ കോൺസെൻട്രേഷനിൽ കുറെ അയോൺസ് ഉണ്ട്. ദീസ് അയോൺസ് ആർ ഇലക്ട്രിക്കലി ചാർജ്ഡ്. അല്ലെ? ഈ അയോൺസിന്റെ മൂവ്മെന്റ് ആണ് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഈ ഒരു നേരത്തെ പറഞ്ഞ ആക്ഷൻ പൊട്ടൻഷ്യൽ, റെസ്റ്റിംഗ് പൊട്ടൻഷ്യൽ, അല്ലെങ്കിൽ അയോൺസിന്റെ ഒരു ഇംബാലൻസ് എങ്ങനെയൊക്കെയോ വരും. എങ്ങനെയാ വരുന്നത് നമ്മളിപ്പോ നോക്കാം. ഈ അയോൺസിന്റെ ഒരു ഇക്വിലിബ്രിയം ഇംബാലൻസ്, ഇക്വിലിബ്രിയം ആയിട്ട് നിന്നാൽ ഇറ്റ് ഈസ് കോൾഡ് റെസ്റ്റിംഗ്. അവിടെ ഇംബാലൻസ് വരുമ്പോഴാണ് നമ്മൾ ചാർജ് അങ്ങോട്ട് പോകുന്നു, ചാർജ് ഇങ്ങോട്ട് പോകുന്നു എന്നൊക്കെ നമ്മൾ പറയുന്നത്. അപ്പൊ സോഡിയം ആൻഡ് പൊട്ടാസ്യം ഹാവ് വൺ പോസിറ്റീവ് ചാർജ് and calcium has two positive charge, chloride has one negative charge. ഇത് ഇത്രയാണ് മെയിൻ ആയിട്ടുള്ള അയോൺസ്. ഈ അയോൺസിനെയാണ് നമ്മള് നമ്മുടെ സെല്ലിനകത്ത് ഉള്ളത്. അപ്പൊ റെസ്റ്റിംഗ് പൊട്ടൻഷ്യൽ വരുമ്പം സാധാരണഗതിയിൽ സംഭവിക്കുന്ന എന്താ? റെസ്റ്റിംഗ് പൊട്ടൻഷ്യലില് നമ്മുടെ സെൽ ആസ് സച്ച് ഇറ്റ് ഈസ് ഇൻ ദ റെസ്റ്റ്, അല്ലെ? റെസ്റ്റിംഗ് സ്റ്റേറ്റ്. അതിനൊരു എക്സ്റ്റേണൽ ഫോഴ്സോ ഒന്നുമില്ല. സെല്ല് റെസ്റ്റിലാണ്. അപ്പൊ എന്താ സംഭവിക്കുന്നത്? ഈ സെൽ മെംബ്രെയിൻ ഇറ്റ് അലൗസ് സം പാർട്ടിക്കിൾസ് ടു പാസ് ത്രൂ. അതായത് സോഡിയത്തിന് ബാക്കി പാർട്ടിക്കിൾസിനൊക്കെ അപേക്ഷിച്ച് സൈസ് ഇച്ചിരി വലുതാണ്. ആൻഡ് ദ പോസ് ഓഫ് ദ സെൽ മെംബ്രെയിൻ, സെമി പെർമിയബിൾ മെംബ്രെയിൻ, വിൽ നോട്ട് അലൗ ദ സോഡിയം ടു പാസ് ത്രൂ. സോഡിയത്തിന് അകത്തോട്ട് കടത്തിവിടത്തില്ല. ബട്ട്
chloride and potassium ions. Sodium and potassium chloride and potassium ions ine agathekku kadathividum and block sodium ions. മനസ്സിലായോ? At resting potential അല്ലെങ്കിൽ at resting state, semi-permeable membrane will not allow sodium to pass through, but it allows potassium and chloride ions. അപ്പോൾ കുറച്ച് ടൈം കഴിയുമ്പോൾ ഈ പൊട്ടാസ്യം ക്ലോറൈഡ് അയോൺ എല്ലാം കൂടെ സെല്ലിന്റെ അകത്ത് വരികയും സോഡിയം എല്ലാം പുറത്ത് ഇങ്ങനെ നിൽക്കുകയും ചെയ്യും. ഈ സമയത്ത് അകത്തുള്ള പൊട്ടാസ്യവും കുറച്ച് ക്ലോറൈഡും ഒക്കെ ആയിട്ട് അതിന്റെ പോസിറ്റീവ് പൊട്ടൻഷ്യൽ ക്യാൻസൽ ആവുകയും പുറത്ത് ഒരുപാട് പോസിറ്റീവ് സോഡിയവും അകത്ത് ഒരുപാട് നെഗറ്റീവ് ക്ലോറൈഡും ആയി മാറും. നമുക്ക് ആഫ്റ്റർ കുറച്ച് ടൈം കഴിയുമ്പോഴത്തേക്ക് അകത്ത് മുഴുവൻ നെഗറ്റീവും പുറത്ത് പോസിറ്റീവും ആവും. അപ്പൊ അറ്റ് റെസ്റ്റിംഗ് സ്റ്റേറ്റ് ഇറ്റ് സെൽഫ് സെല്ലിന്റെ വോൾട്ടേജ് എന്ന് പറയുന്നത് -60 millivolt to -100 millivolt. ഈ ഒരു റേഞ്ച് പറയുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിഫറെന്റ് സെൽസിന്റെ ഡിഫറെന്റ് വോൾട്ടേജസ് ആയിരിക്കും. ഒരു നെർവ് സെല്ലിന്റെ വോൾട്ടേജ് ആയിരിക്കത്തില്ല, ഒരു ഹാർട്ടിലെ ഒരു സെല്ലിന്റെ. It can vary from -60 millivolt to -100 millivolt. അപ്പൊ ഈ ഫിഗറിൽ നിങ്ങൾക്ക് ക്ലിയർ ആണ്. ഇൻസൈഡ് ഓഫ് ദ സെൽ ഇസ് നെഗറ്റീവ് ആൻഡ് ഔട്ട്സൈഡ് ഓഫ് ദ സെൽ ഇസ് പോസിറ്റീവ്. ഈ ഔട്ട്സൈഡ് പോസിറ്റീവ് ആവുന്ന മുഴുവൻ സോഡിയം ഉള്ളത് കൊണ്ടാണ്. ആൻഡ് ദ നെറ്റ് പൊട്ടൻഷ്യൽ ഈസ് -70 millivolt. This is the resting potential of the cell. ഈ റെസ്റ്റിംഗ് പൊട്ടൻഷ്യൽ സെൽ ഈ സ്റ്റേറ്റിൽ തന്നെ കണ്ടിന്യൂ ചെയ്ത് പോകും. -70 millivolt സെൽ ഈ വോൾട്ടേജിൽ തന്നെ കണ്ടിന്യൂ. ഇപ്പൊ ഈ സെല്ലില് ഞാനൊരു എക്സ്റ്റേണൽ ഫോഴ്സ് വല്ലതും കൊടുത്തു കഴിഞ്ഞാൽ ഈ പൊട്ടൻഷ്യൽ മാറും. ദാറ്റ് ഈസ് കോൾഡ് ദ ആക്ഷൻ പൊട്ടൻഷ്യൽ. ഈ സെല്ലിന്റെ ഈ സെൽ ഈ സ്റ്റേറ്റ് കണ്ടിന്യൂ ചെയ്യും. ആൻഡ് ദിസ് റെസ്റ്റിംഗ് സ്റ്റേറ്റിന് വേറൊരു പേരൂടെ ഉണ്ട്. ദാറ്റ് ഈസ് കോൾഡ് ദ പോളറൈസ്ഡ്. നൗ ദ സെൽ ഈസ് സെഡ് ടു ബി പോളറൈസ്ഡ്, അല്ലെ പോളറൈസ്ഡ് സ്റ്റേറ്റ് ഓഫ് ദ സെൽ എന്ന് പറയും. അപ്പൊ റെസ്റ്റിംഗ് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് തന്നെയാണ് പോളറൈസ്ഡ് സ്റ്റേറ്റ്. ഒന്നുകൂടെ റീക്യാപ്പ് ചെയ്യാൻ വേണമെങ്കിൽ, that is, in resting potential, semi-permeable membrane will not allow sodium to enter, but it allows potassium and chloride to enter. അത് കാരണം സെല്ലിന്റെ ഇൻസൈഡ് മുഴുവൻ നെഗറ്റീവും ഔട്ട്സൈഡ് മുഴുവൻ പോസിറ്റീവും ആവും. നെറ്റ് വോൾട്ടേജ് -70 millivolt കിട്ടും. ആൻഡ് ദ സെൽ വിൽ കണ്ടിന്യൂ ഇൻ ദ സ്റ്റേറ്റ്. ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് പോളറൈസ്ഡ് സ്റ്റേറ്റ് ഓഫ് ദ സെൽ. ഈ റെസ്റ്റിംഗ് പൊട്ടൻഷ്യലിൽ ഇരിക്കുന്ന സെല്ലിനെ ഞാൻ ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് കൊടുക്കുമ്പോൾ കിട്ടുന്ന ഒരു പൊട്ടൻഷ്യലാണ് ആക്ഷൻ പൊട്ടൻഷ്യൽ. ദാറ്റ് ഈസ് സം എക്സ്റ്റേണൽ ഫോഴ്സ്. അത് എന്തും ആകാം. ഇറ്റ് ക്യാൻ ബി ഞാനൊരു അടി കൊടുത്തതാകാം, ടെമ്പറേച്ചർ ആകാം, ലൈറ്റ് ആകാം, എന്തും ആകാം. എനി എക്സ്റ്റേണൽ ഫോഴ്സ് ക്യാൻ ടേക്ക് ദ സെൽ ടു ആക്ഷൻ പൊട്ടൻഷ്യൽ. അപ്പൊ സെല്ല് ആക്ഷൻ പൊട്ടൻഷ്യലിലേക്ക് പോയി. ഇപ്പൊ ആക്ഷൻ പൊട്ടൻഷ്യൽ എന്ന് പറയുമ്പോൾ എന്തു ആക്ച്വലി സംഭവിക്കുന്നത് നോക്കി. സെല്ലിന് ഒരു എനർജി കിട്ടി. എനർജി കിട്ടിയപ്പോ ഈ സെമി പെർമിയബിൾ മെംബ്രെയിന്റെ പ്രോപ്പർട്ടിക്ക് ചേഞ്ച് വരും. സെമി പെർമിയബിൾ മെംബ്രെയിന്റെ പ്രോപ്പർട്ടിക്ക് ചേഞ്ച് വരും എന്ന് വെച്ചാൽ അതിനൊരു ബാരിയർ ഉണ്ട് സോഡിയത്തെ കടത്തിവിടാതെ. ആ ബാരിയർ റെഡ്യൂസ് ചെയ്യും. ബാരിയർ റെഡ്യൂസ് ചെയ്യുന്ന വെച്ചാൽ ആ പോസ് ഇച്ചിരി വലുതായി. ഇറ്റ് വിൽ അലൗ സോഡിയം ടു പാസ് ത്രൂ. ഇറ്റ് വിൽ അലൗ സോഡിയം ടു പാസ് ത്രൂ. ഇത്രയും നേരവും സോഡിയത്തിനെ കടത്തിവിടാത്ത സെമി പെർമിയബിൾ മെംബ്രെയിൻ സോഡിയത്തെ അകത്തേക്ക് കടത്തിവിടും. അങ്ങനെ ലാർജ് സോഡിയം വിൽ കം ഇൻ ടു ദ സെൽ. സോഡിയം ഒരുപാട് ഇതിനകത്തോട്ട് വരും. അപ്പൊ എന്ത് പറ്റും? ആ ഇൻസൈഡ് ഉള്ള കുറെ പൊട്ടാസ്യം ക്ലോറൈഡും പുറത്തേക്ക് പോകും. കുറെ പൊട്ടാസ്യം ക്ലോറൈഡും പുറത്തേക്ക് പോകും. പുറത്തേക്ക് പോകുമ്പോൾ എന്ത് പറ്റും? സോഡിയം ഇൻസൈഡ് വരും, പൊട്ടാസ്യം ക്ലോറൈഡും വരും, പുറത്തു പോകും. പക്ഷെ ഈ പൊട്ടാസ്യം ക്ലോറൈഡും പുറത്തു പോകുമ്പോൾ വെലോസിറ്റി ഓഫ് സോഡിയം അകത്തേക്ക് വരുന്ന അത്രയും തന്നെ വെലോസിറ്റിയിൽ പൊട്ടാസ്യത്തിന് പുറത്തേക്ക് പോകാൻ പറ്റത്തില്ല. അപ്പോ ഇൻസൈഡ് ഓഫ് ദ സെൽ വിൽ ബി പോസിറ്റീവ് ആൻഡ് ഔട്ട്സൈഡ് ഓഫ് ദ സെൽ വിൽ ബി ക്ലോറൈഡിന്റെ നെഗറ്റീവ്. ഇത് ഫിഗർ. ഇൻസൈഡ് ഓഫ് ദ സെൽ പോസിറ്റീവും ഔട്ട്സൈഡ് ഓഫ് ദ സെൽ നെഗറ്റീവും. ഇപ്പൊ ഇങ്ങനെ കിട്ടിയ വോൾട്ടേജ് ആണ് 20 millivolt പ്ലസ് 20 millivolt. ഒരു പോസിറ്റീവ് വോൾട്ടേജ് ആ സെല്ലിന് കിട്ടും. Now ആ സ്റ്റേറ്റിന്റെ പേരാണ് ഡീപോളറൈസ്ഡ് സ്റ്റേറ്റ്. This state is called
ഡീപോളറൈസ്ഡ് സ്റ്റേറ്റ്. അപ്പൊ നമ്മുടെ സെല്ലില് ചെറിയൊരു എക്സ്റ്റേണൽ എനർജി കൊടുക്കുമ്പോൾ സെല്ലിന്റെ സെമി പെർമിയബിൾ മെംബ്രെയിന്റെ പ്രോപ്പർട്ടിക്ക് ചേഞ്ച് വരികയും സോഡിയത്തെ അകത്തേക്ക് കടത്തിവിടുകയും ചെയ്യും. ആൻഡ് കുറച്ച് ക്ലോറൈഡും പൊട്ടാസ്യവും പുറത്തു പോയി നെറ്റ് വോൾട്ടേജ് വിൽ ബി 20 millivolt plus 20 millivolt and the cell is said to be depolarized. ഈ പോസിറ്റീവ് പൊട്ടൻഷ്യലിനെയാണ് ആക്ഷൻ മെംബ്രെയിൻ പൊട്ടൻഷ്യൽ ഓർ ആക്ഷൻ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. ഈ രണ്ട് റെസ്റ്റിംഗ് പൊട്ടൻഷ്യലും ആക്ഷൻ പൊട്ടൻഷ്യലും ക്ലിയർ ആയി എന്ന് തോന്നുന്നു. അപ്പൊ ഈ സോഡിയം പുറത്തു പോകുമ്പോൾ ഒരു പ്രോസസ് സംഭവിക്കും. സോഡിയം പുറത്തു പോകുമ്പോൾ സോഡിയം അകത്തേക്ക് വരുമ്പോൾ ഈ പോസ് വലുതായി കുറച്ച് സോഡിയം അകത്തേക്ക് വരുമ്പോൾ വീണ്ടും ഒരുപാട് സോഡിയത്തിനകത്തേക്ക് വരാനുള്ള ഈ പോസ് ആ വിധത്തിൽ സോഡിയത്തിനകത്തേക്ക് വരും. ആൻഡ് ദിസ് ഈസ് കോൾഡ് സോഡിയം പമ്പ്. സോഡിയം റഷ് ചെയ്ത് അകത്തേക്ക് വരും. പക്ഷെ വൺസ് ഈ സെല്ലെല്ലാം അകത്തേക്ക് വന്നിട്ട് ഇതിന് പെർമനന്റ് ആയിട്ട് അകത്തങ്ങ് ഇരിക്കാൻ പറ്റത്തില്ല. കുറച്ച് ടൈം കഴിയുമ്പോൾ ഫ്രം ദ ആക്ഷൻ പൊട്ടൻഷ്യൽ ദ സെൽ ഹാസ് ടു റിട്ടേൺ ടു ദ ഒറിജിനൽ റെസ്റ്റിംഗ് കണ്ടീഷനിലേക്ക് പോകണം, അല്ലെങ്കിൽ റെസ്റ്റിംഗ് പൊട്ടൻഷ്യലിലേക്ക് പോകണം. കുറച്ച് ടൈം ഇത് ഈ സോഡിയം അകത്തിരിക്കും. കുറച്ച് കഴിയുമ്പോൾ വീണ്ടും സെൽ മെംബ്രെയിൻ പഴയ രൂപത്തിലേക്ക് പോകുന്നതിന് മുമ്പ്, കാരണം അതിന്റെ ഫോഴ്സിന്റെ എഫക്റ്റ് കഴിഞ്ഞു, പോകുന്നതിന് മുമ്പ് സോഡിയം എല്ലാം കൂടെ റഷ് ചെയ്ത് പുറത്തു പോവുകയും the cell will comes to the original resting potential. ഈ റെസ്റ്റിംഗ് പൊട്ടൻഷ്യലിലേക്ക് വരുന്നതിന്റെ പേരാണ് റീപോളറൈസേഷൻ. ആക്ഷൻ പൊട്ടൻഷ്യലിന് റെസ്റ്റിംഗ് പൊട്ടൻഷ്യലിലേക്ക് വരുന്നതിന്റെ പേരാണ് റീപോളറൈസേഷൻ. ഇത് ഓരോ സെല്ലിനും ഡിഫറെന്റ് ആണ്. ഫോർ നെർവ് ആൻഡ് മസിൽ സെൽസ് റീപോളറൈസേഷൻ ഈസ് സ്ലോ, റീപോളറൈസേഷൻ ഈസ് ഫാസ്റ്റ്. അതേസമയം ഹാർട്ടിന് ഇറ്റ് ഒക്കേഴ്സ് സ്ലോലി. അത് മനസ്സിലായല്ലോ. ദ സെൽ ആക്ഷൻ പൊട്ടൻഷ്യലിൽ കണ്ടിന്യൂസ് ആയിട്ട് നിൽക്കത്തില്ല, കുറച്ച് ടൈം നിന്ന് കഴിഞ്ഞ് അത് തിരിച്ച് റെസ്റ്റിംഗ് പൊട്ടൻഷ്യലിലേക്ക്. ഞാൻ ഇതൊരു വേവ് ഫോം വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യാം. ഈ വേവ് ഫോം കാണാമല്ലോ. ആൻഡ് ദ y axis it is membrane potential and the x axis it is time in milliseconds. At first ഈ ഗ്രീനിൽ കാണുന്നതാണ് പോളറൈസ്ഡ് സ്റ്റേറ്റ്. ഈ ഗ്രീനിൽ കാണുന്ന പോളറൈസ്ഡ് സ്റ്റേറ്റില് the cell is said to be in resting potential. സെല്ല് റെസ്റ്റിംഗിലാണ്. നമുക്ക് -70 millivolt ആണ് വോൾട്ടേജ്. ഈ സെല്ലില് ഞാൻ ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് കൊടുത്തു. സെൽ വിൽ ഗോ ടു ആക്ഷൻ പൊട്ടൻഷ്യൽ. ആക്ഷൻ പൊട്ടൻഷ്യലിൽ പോകുമ്പം ഏകദേശം -20-30 millivolt ആണ് കിട്ടുന്നത്. ആക്ഷൻ പൊട്ടൻഷ്യലിലേക്ക് വരും. ആൻഡ് ആ പ്രോസസ്സിന്റെ പേര് ഡീപോളറൈസേഷൻ. കാണുന്നതാണ് ഡീപോളറൈസേഷൻ. ഫ്രം റെസ്റ്റിംഗ് പൊട്ടൻഷ്യൽ ടു ആക്ഷൻ പൊട്ടൻഷ്യൽ പോകുന്നതാണ് ഡീപോളറൈസേഷൻ. ആക്ഷൻ പൊട്ടൻഷ്യലിൽ തന്നെ കണ്ടിന്യൂ ചെയ്യത്തില്ല. കുറച്ച് കഴിയുമ്പോൾ ഇത് വീണ്ടും ഇറ്റ് വിൽ കം ടു റെസ്റ്റിംഗ് പൊട്ടൻഷ്യൽ. ഫ്രം ആക്ഷൻ പൊട്ടൻഷ്യൽ ബാക്ക് ടു റെസ്റ്റിംഗ് പൊട്ടൻഷ്യൽ. ഇതിന്റെ പേരാണ് റീപോളറൈസേഷൻ. അപ്പൊ 3 ടേംസ് ആണ് നമുക്ക് ഇവിടെ ഫെമിലിയർ ആയിട്ടുള്ളത്. പോളറൈസേഷൻ, ഡീപോളറൈസേഷൻ ആൻഡ് റീപോളറൈസേഷൻ. തിരിച്ച് റെസ്റ്റിംഗ് പൊട്ടൻഷ്യൽ -70 millivoltൽ തന്നെ വന്നു. പക്ഷെ ഇതിന്റെ ഇടയ്ക്ക് ചെറിയൊരു ഡിപ്പ് വരാൻ, ചിലപ്പോൾ ഒരു ഡിപ്പ് ആവാം, ഇല്ലെങ്കിൽ ചെറിയൊരു അപ്സ് ആവാം, ഇങ്ങനെ ഒരു ചെറിയൊരു സ്വിംഗ് വരാൻ ചാൻസ് ഉണ്ട്. ദാറ്റ് ഈസ് കോൾഡ് ദ ആഫ്റ്റർ പോളറൈസേഷൻ. ഇവിടെ നിന്ന് വന്നു കഴിഞ്ഞ ഉടനെ അത് കോൺസ്റ്റന്റ് ആവുന്ന ഒരു ചെറിയൊരു വേരിയേഷൻ, ദാറ്റ് ഈസ് കോൾഡ് ദ ആഫ്റ്റർ പോളറൈസേഷൻ. അപ്പൊ ബയോ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്തുവാന്ന് നിങ്ങൾക്ക് മനസ്സിലായി വിചാരിക്കും. ബയോ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ മീൻസ് ഇറ്റ് ഈസ് സം വോൾട്ടേജ് വിച്ച് ഈസ് ജനറേറ്റഡ് ഇൻസൈഡ് ദ ബോഡി ഡ്യൂ ടു ദ മൂവ്മെന്റ് ഓഫ് അയോൺസ്. That is classified into 2, resting potential and action potential. പിന്നെ നമുക്ക് 3 വേർഡ്, that is polarized, depolarized and repolarized. Then the waveform. ഇത് ക്ലിയർ ആയി എന്ന് തോന്നുന്നു. Now coming to the next portion, that is measurement of bioelectric potential. ഈ measurement of bioelectric potential മെയിൻ ആയിട്ടും ടീച്ചർ ഒന്ന് പോളിംഗ് ഇടയ്ക്ക് ഒരു 3 മിനിറ്റ് ഒരു പോളിംഗിന് വേണ്ടിയിട്ടാണ്. അപ്പൊ കുട്ടികൾ ശ്രദ്ധിക്കുക. നിങ്ങൾ പോളിംഗ് എന്നൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ പറ്റും. നിങ്ങളുടെ പേരും കോളേജിന്റെ പേരും അതിലേക്ക് എൻട്രി ചെയ്യണം. ഒരു 3 മിനിറ്റ് കഴിഞ്ഞ് ടീച്ചറെ സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്യാം. അവര് എൻട്രി ചെയ്തോളും. ആ 3 മിനിറ്റ് തന്നെ വേണമെന്നില്ല, അവർക്ക് കണ്ടിന്യൂ ചെയ്യാം, അവരുടെ പേരും കോളേജിന്റെ പേരും. ഓക്കെ, താങ്ക് യു. ശരി.
Bindu? Okay, okay. Okay. So, polling കഴിഞ്ഞു എന്ന് വിശ്വസിക്കുന്നു. Now, the measurement of bioelectric potential. That is the electrodes. Electrodes used in biomedical instrumentation. These are the electrodes. So, what is electrode? Electrode is a transducer which converts ionic potential into electric potential. നമ്മുടെ ബോഡിയിലുള്ള അയണിക് പൊട്ടൻഷ്യലിനെ ഇലക്ട്രിക്കൽ സിഗ്നൽസ് ആക്കി മാറ്റുന്നതിന്റെ പേരാണ് ഇലക്ട്രോഡ്സ്. അപ്പൊ ഈ ബോഡിയിൽ ഉള്ള ഇലക്ട്രോഡ്സ് നമ്മൾ പല വിധത്തില് പല മെഷർമെന്റ്സ് നമുക്ക് വേണം. എന്തൊക്കെയാ വേണ്ടത്? EEG, ECG, EMG, ERG, EEG ഇലക്ട്രോ എൻസെഫലോഗ്രാം നമ്മൾ പഠിക്കും. ECG ബിന്ദു ടീച്ചർ നിങ്ങൾക്ക് നേരത്തെ എടുത്തതാണ്. ഇലക്ട്രോ കാർഡിയോഗ്രാം. EMG ഇലക്ട്രോ മയോഗ്രാം, എന്റെ പോർഷൻ കഴിഞ്ഞിട്ടുള്ള പോർഷനാണ് ഇലക്ട്രോ മയോ. ERG ഇലക്ട്രോ റെറ്റിനോഗ്രാഫി. ഇങ്ങനെ ഇതല്ലാതെ ഒത്തിരി ജി ഉണ്ട്, നമ്മൾ അതൊന്നും ഇപ്പം വരുന്നില്ല. എന്നാലും ഇലക്ട്രോഡ്സ് കൺവേർട്ട് ionic potential into electric potential. Different types of electrodes are available. ഏതൊക്കെയാ? Different types are surface electrodes, needle electrodes and micro electrode. ഇത് ജനറൽ ആയിട്ടുള്ള 3 ക്ലാസിഫിക്കേഷൻ ആണ്: സർഫസ് ഇലക്ട്രോഡ്, നീഡിൽ ഇലക്ട്രോഡ് ആൻഡ് മൈക്രോ ഇലക്ട്രോഡ്. ദീസ് ഈ സർഫസ് ഇലക്ട്രോഡ്സിനെയൊക്കെ കുറിച്ച് പറയുമ്പോൾ ഒരുപാട് ഡീറ്റെയിൽസിലൊന്നും നമ്മൾ പോകുന്നില്ല. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഫെമിലിയർ ആക്കിയാൽ മതി. ഈ സർഫസ് ഇലക്ട്രോഡ്സിന്റെ പ്രത്യേകത എന്താ? ഇത് ബോഡിയുടെ സർഫസിലാണ് വെക്കുന്നത്. ബോഡിയുടെ സർഫസിൽ സ്യൂട്ടബിൾ ജെൽ ആക്സസ് ദ ഇലക്ട്രോലൈറ്റ്. ECG ഒക്കെ എടുക്കാൻ പോയിട്ടുണ്ടെങ്കിൽ കണ്ടു കാണും. ആ ഇലക്ട്രോഡിന്റെ എൻഡിൽ കുറച്ച് ജെൽ തേക്കും. ജെൽ തേച്ചിട്ടാണ് നമ്മുടെ ബോഡിയിൽ. അതിന് 2 ഇന്റൻഷൻ ഉണ്ട്. ഒന്ന് അവിടെ ഫിക്സ് ചെയ്തിരിക്കാനും, പിന്നൊന്ന് ഒരു നമ്മുടെ ബോഡിക്കകത്തുള്ള ബയോ പൊട്ടൻഷ്യലിനും ഇലക്ട്രോഡിന്റെയും ഇടയിൽ ഒരു ഇലക്ട്രോലൈറ്റ് ആയിട്ട് ആക്ട് ചെയ്യും. അപ്പൊ ദിസ് ഈസ് സർഫസ് ഇലക്ട്രോഡ് യൂസ്ഡ് ഫോർ ECG. ദിസ് ഈസ് സക്ഷൻ ഇലക്ട്രോഡ്. ഇവിടെ ഒരു എയർ ബബിൾ നിങ്ങൾ കാണുന്നുണ്ട് അല്ലെ? ഒരു ബൾബ്. ഈ ബൾബ് സ്ക്യൂസ് ചെയ്തിട്ട് ഇത് ബോഡിയിൽ വെക്കും. ഈ പോർഷൻ ആണ് കോണ്ടാക്ട് സർഫസ്. Then these are also surface electrodes. ECG ക്കൊക്കെ വേണ്ടി യൂസ് ചെയ്യുന്ന ചെസ്റ്റ് ഇലക്ട്രോഡ്സ് ആണ്. ഒരുപാട് ഇലക്ട്രോഡ്സ് ഡിസ്പോസിബിൾ ആണ്, 1 ടൈം യൂസ് ആണ്. നമ്മൾ അതിന്റെ പുറത്ത് ഒരു പേപ്പർ കാണാം, ആ പേപ്പർ ഇളക്കിയിട്ട് അതങ്ങ് ബോഡിയിൽ വെച്ചാൽ മതി. Disposable pad electrodes. Then these are floating electrodes. Then next is the needle electrode. നീഡിൽ ഇലക്ട്രോഡ് എന്ന് പറയുമ്പോൾ നേരത്തെ പറഞ്ഞ സർഫസ് ഇലക്ട്രോഡ്സിലൊക്കെ ആണെങ്കിൽ ഇലക്ട്രോഡ് പുറത്ത് വെച്ച് നമുക്ക് വേദനിക്കത്തില്ല. പക്ഷെ ഈ നീഡിൽ ഇലക്ട്രോൺസ് സ്മോൾ ആയിട്ട് ചെറുതായിട്ട് നമ്മുടെ സ്കിന്നിന്റെ അടിയിലേക്ക് പോകണം. ദാറ്റ് ഈസ് കോൾഡ്, ഒരു സൂചി കുത്തുന്ന പോലെ ഇരിക്കും. ദാറ്റ് ഈസ് കോൾഡ് നീഡിൽ ഇലക്ട്രോഡ്സ്. സാധാരണ EEG, EMGക്കെല്ലാം നീഡിൽ ഇലക്ട്രോഡ്സ് യൂസ് ചെയ്യും. സർഫസ് ഇലക്ട്രോഡ്സ് ECGക്ക് യൂസ് ചെയ്യും. These are different types of needle electrodes. Then coming to the micro electrodes. Micro electrodes എന്ന് വെച്ചാൽ അതിന്റെ ടിപ്പ് വളരെ ഷാർപ്പ് ആൻഡ് സ്മോൾ ആയിരിക്കും. ഒരു സിംഗിൾ സെല്ലിന്റെ പൊട്ടൻഷ്യൽ മെഷർ ചെയ്യണമെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് മൈക്രോ ഇലക്ട്രോഡ്. ഒരു സിംഗിൾ സെല്ലിന്റെ ആയിരിക്കത്തില്ല, ചിലപ്പോൾ 1-2 സെല്ലിന്റെ ആയിരിക്കും. എന്നാലും വെരി നാരോ സ്പേസില് ഈ മിക്കവാറും കണ്ണിലൊക്കെ മൈക്രോ ഇലക്ട്രോഡ്സ് ഒക്കെ യൂസ് ചെയ്യാറുണ്ട്. ദാറ്റ് ഈസ് കോൾഡ് മൈക്രോ ഇലക്ട്രോഡ്സ്. And this is in general different types of electrodes used. Different types of electrodes used. ഇതെല്ലാം EMGയിൽ യൂസ് ചെയ്യുന്നതാണ്. മയോഗ്രാം മസിൽസിന്റെ മൂവ്മെന്റിന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. ഇത് ECGക്ക് വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. ഇതെല്ലാം ECGക്ക് വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. Next, coming to the electroencephalogram.
തേർഡ് പോർഷൻ ആണ് ഇലക്ട്രോ എൻസെഫലോഗ്രാം, ദാറ്റ് ഈസ് EEG. EEG എന്ന് പറയുമ്പോൾ ഇലക്ട്രോ കാർഡിയോഗ്രാം നിങ്ങൾ പഠിച്ചു, എന്തായിരുന്നു? ഇറ്റ് ഈസ് ദ മെഷർമെന്റ് ഓഫ് വേവ്സ് ഇൻ ദ ഹാർട്ട് ആക്ടിവിറ്റി നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി യൂസ് ചെയ്തതായിരുന്നു ECG. ബ്രെയിൻ ആക്ടിവിറ്റി മനസ്സിലാക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ് EEG ഓർ ഇലക്ട്രോ എൻസെഫലോഗ്രാം. ഇതാണ് ഇലക്ട്രോ എൻസെഫലോഗ്രാം. ദ biopotential generated by the neuronal activity of the brain is called EEG. നമ്മുടെ ബ്രെയിനിൽ കുറെ വേവ് ഫോംസ് ജനറേറ്റ് ചെയ്യുന്നു. നിങ്ങൾ ECG പഠിച്ചപ്പം വേവ് ഫോം കണ്ടു ഇല്ലേ? PQRSTUV അല്ല PQRSTU. ആ വേവ് ഫോമില് P എന്ന് പറയുന്നതിന് ഒരു സ്പെസിഫിക് ഷേപ്പ് ഉണ്ട്, QRS കോംപ്ലക്സിന് ഒരു ഷേപ്പ് ഉണ്ട്. ഇവിടെ ദിസ് ഇസ് എൻറ്റയർലി ഡിഫറെന്റ് ഫ്രം ECG. EEGക്ക് ഒരു പെർട്ടിക്കുലർ വേവ് ഫോം ഇല്ല. നമ്മൾ സ്പെസിഫൈ ചെയ്യണ്ട ഇങ്ങനെ വരും, അങ്ങനെയല്ല. ഇറ്റ് വേരീസ് ഫ്രം ഫ്രീക്വൻസി 0.5 ഹെർട്സ് ടു 100 ഹെർട്സ് വരെ വേരി ചെയ്യുന്ന വെരി കോംപ്ലക്സ് വേവ് ഫോം ആണ് EEG. അതുകൊണ്ട് ഈ പെർട്ടിക്കുലർ പാറ്റേൺ അല്ല നമ്മൾ നോക്കുന്നത്, അതിന്റെ ആംപ്ലിറ്റ്യൂഡ് എത്ര വരും, ഫ്രീക്വൻസി എത്ര വരും. കാരണം ഒരാൾ ഇപ്പം നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ വേവ് ഫോം ചേഞ്ച് ചെയ്യാം. So EEG waveform is very complex and more difficult than EEG. അതാണ് than ECG. അതാണ് EEGയുടെ പ്രത്യേകത. അപ്പൊ EEG എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ മെഷർമെന്റ് ഓഫ് ബ്രെയിൻ വേവ് ഫോംസ്. മെഷർമെന്റ് ഓഫ് ബ്രെയിൻ വേവ് ഫോംസിനെയാണ് EEG എന്ന് പറയുന്നത്. നമ്മൾ ECG ആദ്യം പഠിച്ചു, അതുമായിട്ട് കമ്പയർ ചെയ്യേണ്ട, അതുമായിട്ട് കുറേ വ്യത്യാസമാണ് EEG. EEG എങ്ങനെയാ എടുക്കുന്നത്? EEGക്ക് സ്യൂട്ടബിൾ ഇലക്ട്രോഡ്സ് ബ്രെയിനിൽ വെച്ച് കഴിയുമ്പോൾ നമുക്ക് കിട്ടും. പക്ഷേ ഈ വേവ് ഫോംസ് എവിടെ ഉണ്ടാകുന്നത്? ഇറ്റ് ഈസ് ജനറേറ്റഡ് ഇൻ ദ ബ്രെയിൻ. ബ്രെയിനിൽ ഇതിന്റെ വോൾട്ടേജ് 10 millivolt ആണെങ്കിൽ അത് സ്കാൽപ്പിൽ വരുമ്പോഴത്തേക്കും 100 microvolt ആയിട്ട് കുറയുകയാണ്. അതായത് സ്കളിൽ കൂടെയൊക്കെ പുറത്തു വരണം. ബ്രെയിനിന്റെ സർഫസിൽ ഇതിന് 10 millivolt ആണെങ്കിലും സ്കാൽപ്പിൽ വരുമ്പം 100 microvolt ആണ്. എന്ന് വെച്ചാൽ അതിന്റെ മീനിങ് ഇത്രയേ ഉള്ളൂ, ഭയങ്കര ആംപ്ലിഫിക്കേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഔട്ട്പുട്ട് റെക്കോർഡ് ചെയ്യാൻ പറ്റൂ. ഹെവി ആംപ്ലിഫിക്കേഷൻ ഈസ് റിക്വയർഡ്. നമ്മൾ ആംപ്ലിഫയറിലോട്ട് വരാം. ആൻഡ് ദ ഫ്രീക്വൻസി റേഞ്ച് വേരീസ് ഫ്രം 0.5 ഹെർട്സ് ടു 100 ഹെർട്സ്. 0.5 തൊട്ട് 100 ഹെർട്സ് വരെ ഒരു റേഞ്ച് ഓഫ് ഫ്രീക്വൻസീസ് ആണ്. പിന്നെ ഈ ബ്രെയിൻ വേവ്സിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് നമ്മുടെ ബ്രെയിനിലെ സെറിബ്രൽ കോർട്ടക്സിന്റെ ആക്ടിവിറ്റിയെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇതെങ്ങനെ വരണം? ഞാനിപ്പോ കണ്ണടച്ചാൽ എനിക്ക് വേവ് ഫോം വന്ന്, കണ്ണ് തുറന്നാൽ വേവ് ഫോം ഉണ്ട്, എന്തെങ്കിലും പേടിക്കുന്നത് കണ്ടാൽ വേവ് ഫോം വന്ന്, ഇങ്ങനെ ഇറ്റ് ക്യാൻ ചേഞ്ച്. ദാറ്റ് ഈസ് ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ ഡിഗ്രി ഓഫ് ആക്ടിവിറ്റി ഓഫ് ദ സെറിബ്രൽ കോർട്ടക്സ്. ദാറ്റ് ഈസ് ദ ബ്രെയിൻ വേവ്സ് ഡിപ്പെൻഡ് ഓൺ ദ ഡിഗ്രി ഓഫ് ആക്ടിവിറ്റി ഓഫ് ദ സെറിബ്രൽ കോർട്ടക്സ്. ഇതാണ് ഡോക്ടേഴ്സിന് EEG മെഷർ ചെയ്യുമ്പോൾ എന്തെങ്കിലും അസുഖം ഉണ്ടോ എന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ പോയിന്റ്. കമ്മിങ് ടു ദ അനാട്ടമി ഓഫ് ദ ബ്രെയിൻ, ഞാൻ ജനറലായിട്ടൊന്ന് പറഞ്ഞു പോവാണ്. ദ ബ്രെയിൻ ഇസ് ഡിവൈഡഡ് ഇൻറ്റു 3 അല്ലെ? നിങ്ങൾ കൊച്ചു ക്ലാസ്സുകളിലേ പഠിച്ചിട്ടുണ്ട്. സെറിബ്രം, സെറിബെല്ലം ആൻഡ് ദ ബ്രെയിൻ സ്റ്റെം ഓർ മെഡുല ഒബ്ലോങ്കേറ്റ. ഇങ്ങനെ 3ആയിട്ട് ബ്രെയിനിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഇവിടെ ദ സെറിബ്രം is divided into 4 lobes. That is the frontal lobe. നിങ്ങൾ ഫിഗർ കാണുന്നുണ്ട് അല്ലേ? This is the frontal lobe. നെറ്റിയുടെ ഫ്രണ്ടിൽ വരുന്ന പോർഷൻ ആണ് frontal lobe. Then the parietal lobe, temporal lobe and the occipital lobe. Occipital lobe എന്ന് പറയുമ്പോൾ ഏകദേശം നെറ്റിയുടെ ഏറ്റവും ബാക്കിൽ കഴുത്തിന്റെ അവിടെ വരുന്നതാണ് occipital. That is, it has 4 lobes: frontal lobe, parietal lobe, temporal lobe and occipital lobe. ഇങ്ങനെ 4 ലോബ് ഉണ്ട്. ഇത് 4 ലോബായിട്ട് തിരിച്ചേക്കുന്ന എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏത് പോർഷനിലാണ്, ഇപ്പൊ കണ്ണിനാണ് പ്രശ്നം, അപ്പൊ ഒന്ന് EEG എടുത്ത് നോക്കണമെങ്കിൽ സൈറ്റിന്റെ ഈ ഓരോ പോർഷനിലുമാണ് നമ്മുടെ ഓരോ സെൻസറി ഓർഗൻസ് വരുന്നത്. ഓസിപിറ്റൽ റീജിയനിലാണ്
കണ്ണിന്റെ എല്ലാം വരുന്നത്. അപ്പൊ ഈ റീജിയനിലുള്ള മെഷർമെന്റ് എടുത്താൽ മതി. ഇതെങ്ങനെ നമ്മൾ മെഷർമെന്റ് എടുക്കും? വി പ്ലേസ്, നേരത്തെ പറഞ്ഞ പോലെ സ്കള്ളില് അല്ലെങ്കിൽ സോറി നമ്മുടെ ബ്രെയിനിന്റെ സ്കാൽപ്പില് കുറെ ഇലക്ട്രോഡ്സ് ഇൻ ദ ഫോം ഓഫ് ഹെൽമെറ്റ്, നമ്മൾ ബ്രെയിനിൽ വെക്കും. ഇത് വൺ മെത്തേഡ് ആണ്. ഇത് കൂടാതെ ഒരുപാട് മെത്തേഡ് ഓഫ് ഇലക്ട്രോഡ് പ്ലേസ്മെന്റ് ഉണ്ട്. ദിസ് ഈസ് വൺ മെത്തേഡ്. ഇൻ ദിസ് EEG ഇവിടെ നിങ്ങൾ കാണുന്നുണ്ട്. ദിസ് ഈസ് ദ സ്ട്രക്ചർ. ജനറലായിട്ട് ബ്രെയിനിൽ ഇലക്ട്രോഡ്സ് പ്ലേസ് ചെയ്തേക്കുന്നതാണ്. ദിസ് പ്ലേസ്മെന്റ് ഈസ് കോൾഡ് 1020 ഇന്റർനാഷണൽ ഇലക്ട്രോഡ് പ്ലേസ്മെന്റ് സിസ്റ്റം. ഈ 1020 സിസ്റ്റത്തിന് ഈ പേര് വരാൻ കാര്യം, ദ ഇലക്ട്രോഡ്സ് നിങ്ങൾക്ക് ഈ ഫിഗറിൽ കാണാം. എഫ് ഇൻഡിക്കേറ്റ്സ് ഫ്രോണ്ടൽ ലോബ്. ദ 4 ലോബ്സ് ആയിട്ട് തിരിച്ചേക്കാണ്. ഈ ഗ്രീൻ കളറിൽ കാണുന്ന ടെമ്പറൽ ലോബ്, ഈ യെല്ലോ കളറിൽ കാണുന്ന പെരേറ്റൽ ലോബ് ആൻഡ് പിങ്ക് കളറിൽ കാണുന്ന ഓസിപിറ്റൽ ലോബ്. ഇങ്ങനെ ഓരോ ലോബ്സിന് ഓരോ കളർ കൊടുത്തേക്കാണ്. ഈ ഇലക്ട്രോഡ്സ് ഈ ലോബിന്റെ ഓരോ പ്ലേസിൽ വെക്കാം. ടെമ്പറൽ ലോബിൽ വെച്ച് അതിന് ടീന്ന് കൊടുത്തു, ഫ്രോണ്ടൽ ലോബിൽ വെച്ച് കഴിഞ്ഞാൽ എഫ് കൊടുത്തു, ആൻഡ് പെരേറ്റൽ ലോബിൽ വെച്ച പി കൊടുത്തു, ഓസിപിറ്റൽ ലോബിൽ വെച്ച O കൊടുത്തു. ഇങ്ങനെ ഓരോന്നിനും അങ്ങനെയാ കൊടുത്തേക്കുന്നത്. നമ്മൾ ഇതില് ഒരു 21 ഇലക്ട്രോഡ്സ് ആണ് സാധാരണ യൂസ് ചെയ്യുന്നത് ഈ 1020 സിസ്റ്റത്തില്. ഈ 21 ഇലക്ട്രോഡ്സ് എന്ന് പറയുന്നത് 2 ഇലക്ട്രോഡ് റഫറൻസ് ഇലക്ട്രോഡ് ആണ്. ഇറ്റ് ഈസ് യൂഷ്വലി പ്ലേസ്ഡ് ഇൻ ദി ഇയർ. ഈ ഫിഗറിൽ കാണിച്ചിട്ടില്ല. ഇയറിൽ 2 റഫറൻസ് ഇലക്ട്രോഡ് ഉണ്ട്. അതിന് മുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ, ഈ 1020 സിസ്റ്റം നിങ്ങളുടെ സിലബസിൽ ഇല്ല, എന്നാലും ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കണം എങ്ങനെ ഇലക്ട്രോഡ്സ് വെക്കുന്നതെന്ന്. ഇതാണ് ഇലക്ട്രോഡ് ബ്രെയിൻ വെക്കുന്നത്. ഇതൊരു ഹെൽമെറ്റ് പോലെ സാധാരണ EEG എടുക്കുന്നിടത്ത് ടേബിളിൽ ഇങ്ങനെ വെച്ചേക്കും. നമ്മൾ EEG എടുക്കാൻ ചെല്ലുമ്പോൾ ഇതെടുത്ത് തലയിൽ വെച്ച് 2 റഫറൻസ് ഇലക്ട്രോഡും കയ്യിൽ പിടിക്കാൻ ഒരു റഫറൻസ് ഇലക്ട്രോഡും തരും. അപ്പൊ ഇത് ഇങ്ങനെ ഇരിക്കുന്ന ഈ ഇതില് 1020 സിസ്റ്റം എന്ന് പേര് വരാൻ റീസൺ, ദ ഇലക്ട്രോഡ്സ് ആർ പ്ലേസ്ഡ് ഇൻ 10% and 20% സിസ്റ്റം. അതായത് ഇപ്പൊ ഇയർ ടു ഇയർ ഡിസ്റ്റൻസ് 100 ആയിട്ട് എടുത്താൽ ദിസ് വിൽ ബി 10%, ദിസ് 20%, again this 20%, 20%, 20% and 10%. ഇങ്ങനെ നമുക്ക് ഫുൾ ഇലക്ട്രോഡ്സിനെ 10%, 20% ആയിട്ട് ഇതൊന്ന് നോക്കിക്കേ. 10%, 20%, 20%, 20%, 20% and again 10%. അതുപോലെ ഇതെല്ലാം 10%, 20% രീതിയിലാണ് വെച്ചേക്കുന്നത്. അതുകൊണ്ടാണ് ഇതിനെ 1020 സിസ്റ്റം എന്ന് പറഞ്ഞേക്കുന്നത്. ജസ്റ്റ് ഇത്രയും മനസ്സിലാക്കിയാൽ മതി. ഇതിലൊരു 21 ഇലക്ട്രോഡ്സ് ഉണ്ട്. ദീസ് ഇലക്ട്രോഡ്സ് ആർ പ്ലേസ്ഡ് ഇൻ 1020 മെത്തേഡ്, 10%, 20% മെത്തേഡ്. എല്ലാ ലോബ്സിലും ഇത് വെക്കും. എന്നിട്ട് ഒരു ഹെൽമെറ്റ് പോലെ നമുക്ക് ഇതിനെ യൂസ് ചെയ്യാം. നെക്സ്റ്റ് കമ്മിങ് ടു ദ ബ്രെയിൻ വേവ്സ്. നമ്മൾ പറഞ്ഞു ഈ ഇലക്ട്രോഡ്സ് വെച്ച് കുറെ വേവ്സ് ഒക്കെ എടുക്കുന്ന. ദ ഫ്രീക്വൻസി ക്യാൻ വേരി ഫ്രം, നേരത്തെ പറഞ്ഞു, ഇറ്റ് ക്യാൻ വേരി ഫ്രം 0.5 ഹെർട്സ് ടു 100 ഹെർട്സ്. 100 ഹെർട്സ് വരെ വൈഡ് റേഞ്ച് വരുന്ന ഫ്രീക്വൻസിയാണ്. അപ്പൊ ഈ ഫ്രീക്വൻസിയെ ഓരോ പേരിൽ നമ്മൾ വേവ്സിനെ ക്ലാസിഫൈ ചെയ്തേക്കാണ്. ദാറ്റ് ഈസ് ആൽഫ, ബീറ്റ, ഗാമ, ഡെൽറ്റ ആൻഡ് തീറ്റ ആയിട്ട് ക്ലാസിഫൈ ചെയ്തു. See the frequency: alpha from 18 to 13 hertz, beta from 13 to 22 hertz, gamma from 22 to 30 hertz, and delta from 0.5 to 4 hertz. ഏറ്റവും കുറവ് അതിനാണ്. And theta from 4 to 8 hertz. ഇതാണ് നമ്മുടെ ഫ്രീക്വൻസി ക്ലാസിഫിക്കേഷൻ. അത് ഓരോന്നും എപ്പോഴാണ് കിട്ടുന്നതെന്ന് ഞാൻ നെക്സ്റ്റ് സ്ലൈഡിൽ കാണിക്കാം. ആദ്യകാലത്ത് 13 to 30 ഒരുമിച്ചായിരുന്നു പറയുന്നത്. ദേ ടുഗദർ ഈസ് കോൾഡ് ദ ബീറ്റ വേവ്സ് ആയിരുന്നു ആദ്യം. പിന്നീട് അതിന് ഒരു ക്ലാസിഫിക്കേഷനും കൂടെ വന്നാണ് ഗാമ ആയിട്ട്. മനസ്സിലായല്ലോ? അപ്പൊ അതെ, ഇതാണ് ഫ്രീക്വൻസി റേഞ്ച്. ഇത് എപ്പോഴാ കാണുന്നത്? ആൽഫ വേവ്സ് എപ്പോഴും കാണുന്നതെന്ന് വെച്ചാൽ ഇൻ നോർമൽ പേഴ്സൺസ്
awake and alert. ഉറങ്ങുമ്പോ അല്ല, ഉണർന്നിരിക്കുമ്പോൾ നമ്മൾ ചുമ്മാ ഉണർന്നിരിക്കുവല്ല, നമ്മൾ എന്തെങ്കിലുമൊക്കെ തിങ്ക് ചെയ്തുകൊണ്ടിരിക്കും ഇല്ലേ? എന്തെങ്കിലും അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്തെങ്കിലുമൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കും. ദാറ്റ് ഈസ് നോർമൽ പേഴ്സൺസ് awake and alert. നമ്മൾ ശ്രദ്ധിച്ചിരിക്കുമ്പോൾ ദാറ്റ് ഈസ് യൂഷ്വലി മെഷർഡ് ഫ്രം ദ ഓസിപിറ്റൽ റീജിയൻ. ഓസിപിറ്റൽ റീജിയൻ എന്നാണ് ആൽഫ വേവ്സ്. ഞാൻ നേരത്തെ പറഞ്ഞു ബീറ്റ ആൻഡ് ഗാമ പണ്ട് ഒരുമിച്ചായിരുന്നു, ഇപ്പോഴാണ് അത് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തത്. ദേ ആർ ടുഗദർ കോൾഡ് ബീറ്റ വേവ്സ്. ദാറ്റ് ഈസ് റെക്കോർഡഡ് ഫ്രം ദ പാരേറ്റൽ ആൻഡ് ടെമ്പറൽ റീജിയൻ. പാരേറ്റൽ ലോബ്സിലും ടെമ്പറൽ ലോബ്സിലും കുറെ ഇലക്ട്രോഡ്സ് നിങ്ങൾ കണ്ടു നേരത്തെ, അവിടെയാണ് ബീറ്റ വേവ്സ്. ദെൻ ദ ഡെൽറ്റ വേവ്സ്, ഇറ്റ്സ് ഫ്രീക്വൻസി ഫ്രം 0.5 to 4 Hz. സാധാരണ അത് ചിൽഡ്രനിലും എമോഷണൽ സ്ട്രെസ് ഉള്ള അഡൾട്ടിലുമാണ്. They are also recorded from the parietal and temporal region. They are measured from the parietal and temporal region. It is for children and adult. ഭയങ്കരമായിട്ട് ടെൻഷൻ ഒക്കെ അനുഭവിക്കുന്നവർക്ക് എന്താണ് പ്രശ്നം എന്നൊക്കെ മനസ്സിലാക്കാൻ ഡോക്ടേഴ്സ് യൂസ് ചെയ്യുന്ന ഡെൽറ്റ വേവ്സ് ആയിരിക്കും. Then, and the last one is the theta wave. തീറ്റ വേവ് എന്ന് പറയുന്നത് ഡീപ് സ്ലീപ്പ്. ഡീപ് സ്ലീപ്പിന് ഒരു പ്രത്യേകതയുണ്ട്, നമ്മൾ ഒന്നും അറിയുന്നില്ല. നോർമലി എവേക്ക് പേഴ്സന്റെ സ്റ്റേറ്റ് അല്ല, ഒരു കാര്യമില്ല. അത് തന്നെയാണ് പ്രിമച്വർ ബേബീസ്. പ്രിമച്വർ ബേബീസിനും ഡീപ് സ്ലീപ്പിലും കിട്ടുന്ന പിന്നെ അങ്ങനത്തെ ഒരു വേവ് ആണ് തീറ്റ വേവ്. പക്ഷെ ഇതല്ലാതെ ഉണർന്നിരിക്കുന്ന സീരിയസ് ബ്രെയിൻ ഡാമേജ്, എപ്പിലെപ്സി അങ്ങനെയൊക്കെ വരുന്നവർക്ക് തീറ്റ വേവ്സ് ആണ് വരുന്നത്. അപ്പൊ ഡോക്ടേഴ്സിന് ഈ വേവ് വെച്ച് മനസ്സിലാക്കും. ഉണർന്നിരിക്കുന്ന ഒരാൾക്ക് തീറ്റ വേവ് വന്നു കഴിഞ്ഞാൽ ഡോക്ടറിന് മനസ്സിലാവും ദാറ്റ് ഈസ് സീരിയസ് ബ്രെയിൻ ഡിസീസ് ഉണ്ടെന്ന്. ഇത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. Now going to the next slide. That is the block diagram of EEG amplifier. Block diagram of EEG amplifier. അപ്പൊ നമുക്ക് EEG മെഷർ ചെയ്യാനായിട്ട് ഒരു എക്സ്പെരിമെന്റൽ സെറ്റപ്പ് വേണം. അതാണ് നമ്മുടെ ഇൻസ്ട്രുമെന്റേഷൻ. This is the electrodes. These electrodes are placed in ഏറ്റവും കോമൺലി യൂസ് ചെയ്യുന്ന ഇന്റർനാഷണലി അക്സെപ്റ്റഡ് ആയിട്ടുള്ള 10-20 സിസ്റ്റം ഒരുപാട് ഇലക്ട്രോഡ്സ് ബ്രെയിനിൽ വെച്ചു. Then through a jackpot it is connected to electrode montage selector. That is, ഈ ഇലക്ട്രോഡ് 21 ഇലക്ട്രോഡ്സും നമ്മൾ വെച്ച് കഴിഞ്ഞാൽ 21 ഇലക്ട്രോഡ് അറ്റ് സെയിം ടൈം നമ്മൾ മെഷർ ചെയ്യണമെന്നില്ല. ഈ 21 ഇലക്ട്രോഡിൽ ചിലപ്പോൾ നമ്മൾ സെലക്ട് ചെയ്ത് ഓസിപിറ്റൽ റീജിയനിലെ മാത്രം മതി, അല്ലെ പെരേറ്റൽ ലോബിലെ മാത്രം മതി. ഏത് റീജിയൻ ആണോ അത് നമുക്ക് സെലക്ട് ചെയ്യാനായിട്ട് ഒരു ഇലക്ട്രോഡ് മോണ്ടേജ് സെലക്ടർ ഉണ്ട്. മിക്കവാറും ഗ്രൂപ്പ് ഓഫ് 8 ആയിരിക്കും സെലക്ട് ചെയ്യുന്നത്. ദാറ്റ് ഈസ് ഇലക്ട്രോഡ്സ് ബ്രെയിനിൽ വെച്ച് കഴിഞ്ഞ് ഒരു ജാക്ക് ബോക്സ് വഴി ഇറ്റ് ഈസ് കണക്റ്റഡ് ടു ഇലക്ട്രോഡ് മോണ്ടേജ് സെലക്ടർ. ദെൻ ഈ ഇലക്ട്രോഡ്സ് എല്ലാം നമുക്ക് കാലിബ്രേറ്റ് ചെയ്യാൻ ടെസ്റ്റ് ചെയ്യാനും ഒക്കെ വേണ്ടി പ്രൊവിഷൻ കൊടുത്തിട്ടുണ്ട്. Then it is fed to, അപ്പൊ ഒരു കാര്യമുണ്ട്, ഇവിടുന്ന് നമ്മൾ ഈ ബ്രെയിനില് നമ്മൾ ഇലക്ട്രോഡ്സ് വെച്ച് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ആണ് അല്ലെ. ഇലക്ട്രോഡ്സ് അതിനെ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ആയിട്ട് കൺവേർട്ട് ചെയ്തു. ഇലക്ട്രോഡ് മോണ്ടേജ് സെലക്ടർ ഇലക്ട്രിക് വോൾട്ടേജ് ആണ് അത് ഇവിടെ കൊടുക്കുന്നത്. ഹിയർ വി ഹാവ് ആൻ ആംപ്ലിഫയർ ആൻഡ് ഫിൽറ്റർ സർക്യൂട്ട്. എന്തായിരിക്കും ആംപ്ലിഫയറിന്റെ പ്രത്യേകത? ഹലോ ടീച്ചറെ, ഓക്കെ. അപ്പൊ ഈ ആംപ്ലിഫയർ എന്ന് പറയുന്നത് നമ്മൾ ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ ആണ് യൂസ് ചെയ്യുന്നത്. ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ മീൻസ് വെരി ഹൈ ഗെയിൻ ആംപ്ലിഫയർ. അതിന് CMRR ഹൈ ആണ്. വെരി ഹൈ ഗെയിൻ ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. Then it is passed to a filter. ഫിൽറ്റർ എന്ന് പറയുമ്പം ഇവിടെ ഒരു ഫിൽറ്റർ ബാൻഡ്സ് ആണ് യൂസ് ചെയ്യുന്നത്. ഹൈ പാസ്, ലോ പാസ് ആൻഡ് നോച്ച് ബാൻഡ് വിഡ്ത്ത്. 3 ഫിൽറ്ററും. കാരണം ഡിഫറെന്റ് ഫ്രീക്വൻസീസ് ഫ്രം 0.5 to 100 Hz ഉണ്ട്. ഈ ഫിൽറ്ററിൽ കൂടെ പാസ് ചെയ്തിട്ട് അത് ഒരു അനലോഗ് ടു ഡിജിറ്റൽ കൺവേർട്ടർ, നമുക്ക് മിക്കവാറും ഡിജിറ്റൽ ആയിട്ട് സ്റ്റോർ ചെയ്യേണ്ടി വരും. അപ്പൊ ഒരു അനലോഗ് ടു ഡിജിറ്റൽ കൺവേർട്ടറിൽ കൂടെ പാസ് ചെയ്യാം. അല്ലെങ്കിൽ അതൊരു റെക്കോർഡർ, ഒരു ചാർട്ട് ഡ്രൈവ് അല്ലെ ഓസിലോഗ്രാഫ്, ഇതിലേതിൽ റെക്കോർഡ് ചെയ്യാം. ആൻഡ് ദിസ് സിസ്റ്റം അങ്ങനെ നമുക്ക് EEG കിട്ടും. ഇതിനകത്ത് ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആയിട്ടൊന്നുമില്ല. ഈ ബ്രെയിനിൽ കുറച്ച് ഇലക്ട്രോഡ്സ് വെക്കും. അതൊരു ജാക്ക് ബോക്സ് വഴി ഇലക്ട്രോഡ് മോണ്ടേജ് സെലക്ടർ വഴി ഗ്രൂപ്പായിട്ട് സെലക്ട് ചെയ്യാൻ വേണ്ടിയാണ് ഇലക്ട്രോഡ് മോണ്ടേജ് സെലക്ടർ യൂസ് ചെയ്യുന്നത്.
Then it is fed to a high gain differential amplifier having high CMRR. High CMRR എനിക്ക് പറഞ്ഞു വെക്കൂ, കാരണം നോയ്സി എൻവയോൺമെന്റ് ആണ്. നോയ്സ് റിജക്ട് ചെയ്യണം. കോമൺ മോഡ് റിജക്ഷൻ റേഷ്യോ, നോയ്സ് റിജക്ട് ചെയ്ത ഒരു ആംപ്ലിഫയർ ആണ് നമ്മൾ അവിടെ യൂസ് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് ബാൻഡ് ഓഫ് ഫ്രീക്വൻസീസ് ഉള്ളത് കൊണ്ട് ഒരു ഫിൽറ്റർ നമ്മൾ യൂസ് ചെയ്യുന്നു. ഫിൽറ്റർ വഴി അനലോഗ് ടു ഡിജിറ്റൽ കൺവേർട്ട് ചെയ്ത് സ്യൂട്ടബിൾ ഡിവൈസിൽ കൂടെ നമ്മൾ ഒബ്സർവ് ചെയ്യുന്നു. അതിന്റെ ഒരു ഷോർട്ട് ഇതാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഉള്ളത്. എനി ക്വസ്റ്റ്യൻസ്? ടീച്ചറെ, ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. എല്ലാ ഇലക്ട്രോഡ്സും എല്ലായിടത്തും യൂസ് ചെയ്യാൻ പറ്റുമോ? അതിലെന്തെങ്കിലും സെലക്ഷൻസ് ഉണ്ടോ? അല്ല, നമ്മൾ അതിൽ പറഞ്ഞല്ലോ, ആ ഇലക്ട്രോഡ്സില് ഞാൻ ആ സ്ലൈഡിലേക്ക് വരാം. നമ്മൾ ഇലക്ട്രോഡ്സ് 1020 സിസ്റ്റം ഡീറ്റെയിൽഡ് ആയിട്ട് എടുത്തില്ലെങ്കിൽ കൂടിയും ഇലക്ട്രോഡ്സിൽ നമ്മൾ FP1 FP2 എന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ഈ ബ്രെയിനിൽ വെക്കുന്ന ഇലക്ട്രോഡ്സിലും ഈ നൊട്ടേഷൻ കാണും. FP1 FP2 ആ പൊസിഷനിലേ വെക്കാവൂ. അതുപോലെ C സെൻട്രൽ ഇലക്ട്രോഡ്സ്, അത് ആ പൊസിഷനിലേ വെക്കാവൂ. P എന്ന് പറയുന്ന പാരറ്റൽ ലോബിലേ വെക്കാവൂ. ഓരോ ഇലക്ട്രോഡിനും പൊസിഷൻ ഉണ്ട്. ആ പൊസിഷനിൽ ആ ഇലക്ട്രോഡ് വെക്കാവൂ. ഇവിടെ നമുക്ക് അത് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് ആ ഇലക്ട്രോഡിന്റെ പുറത്ത് അത് എഴുതിയിട്ടുണ്ടാവും. നമുക്ക് T എടുത്ത് F-ൽ വെക്കാൻ പറ്റത്തില്ല. Any more questions? ടീച്ചറെ, എക്സ്റ്റേണൽ എനർജി എങ്ങനെ അപ്ലൈ ചെയ്യാൻ പറ്റും എന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഹൗ എക്സ്റ്റേണൽ എനർജി ക്യാൻ ബി അപ്ലൈഡ് ടു സെൽ? നമ്മുടെ ഇപ്പൊ ദേഹത്ത് ഇച്ചിരി പൊള്ളി എന്ന് വിചാരിക്കും, ചൂട് വന്നു, ടെമ്പറേച്ചർ, ഞാൻ ചൂടുള്ള ഒരു സാധനം വെച്ചു, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അടി കൊടുത്തു, അതെല്ലാം എക്സ്റ്റേണൽ എനർജിയാണ്. ഇനി ഇതൊന്നും വേണ്ട, ഞാൻ ഒരു ലൈറ്റ് എന്റെ കണ്ണിൽ അടിച്ചാൽ മതി, അത് എക്സ്റ്റേണൽ എനർജിയാണ്. എനി ഫോം ഓഫ് എനർജി ഇസ് എക്സ്റ്റേണൽ. ഞാൻ ഒരു അടി കൊടുത്താൽ മതി, ദാറ്റ് ഈസ് എക്സ്റ്റേണൽ. ടീച്ചറെ, ബ്ലോക്ക് ഡയഗ്രാം ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യാമോ എന്ന് ചോദിക്കുന്നു, പക്ഷേ ടൈം ലിമിറ്റ് ആണ്. ഓക്കെ, ഞാൻ സ്പീഡിൽ പറയാം. ഈ ബ്ലോക്ക് ഡയഗ്രത്തില് നമ്മൾ ആദ്യം ഇത് പേഷ്യന്റിന്റെ ഹെഡ് ആണ് ഈ കാണുന്നത്. കുറെ ഇലക്ട്രോഡ്സ് വെച്ചു. ഇലക്ട്രോഡ്സ് വെച്ചപ്പോൾ നമ്മുടെ ബ്രെയിനകത്തുള്ള ബയോ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ആയിട്ട് വന്നു. ഒരുപാട് 21 ഇലക്ട്രോഡ്സ് ഉള്ളത് കൊണ്ട് നമ്മൾ അതൊരു ജാക്ക് ബോക്സ് വഴി ഇലക്ട്രോഡ് മോണ്ടേജ് സെലക്ടറിൽ കൊടുത്തു. ഇലക്ട്രോഡ് മോണ്ടേജ് സെലക്ടർ എന്ന് വെച്ചാൽ ഗ്രൂപ്പായിട്ട് നമുക്ക് സെലക്ട് ചെയ്യാം. എനിക്കിപ്പോ ഹോസ്പിറ്റൽ മാത്രം മതി, എനിക്ക് എല്ലാത്തിന്റെയും മെഷർമെന്റ് എടുക്കണ്ട, പക്ഷെ വെക്കുമ്പോൾ ഈ ഹെൽമെറ്റ് ഒരുമിച്ച് ചിലപ്പോൾ വെക്കേണ്ടി വരും. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള മെഷർമെന്റ് എടുക്കാൻ വേണ്ടിയാണ് ഇലക്ട്രോഡ് മോണ്ടേജ് സെലക്ടർ. ഇതിന്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഇലക്ട്രിക്കൽ ആണ്. ഇത് ഇലക്ട്രോഡ് കാലിബ്രേറ്റ് ചെയ്യാൻ ഒരു പ്രൊവിഷൻ ഉണ്ട്. ഈ ഇലക്ട്രിക്കൽ സിഗ്നൽ ഈസ് ഫെഡ് ടു ആംപ്ലിഫയർ ആൻഡ് ഫിൽറ്റർ ബാൻഡ്സ്. ആംപ്ലിഫയർ എന്ന് പറയുന്നത് ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ ആണ്. ഫിൽറ്റർ ബാൻഡ്സ് എന്ന് പറയുന്നത് ഹൈ പാസും ലോ പാസും ബാൻഡ് പാസും ഫിൽറ്റർ ഉണ്ട്. കാരണം ഡിഫറെന്റ് ഫ്രീക്വൻസീസ് ഉണ്ട്. എനിക്ക് ആൽഫ വേവ് മാത്രം മതി, എങ്കിൽ എല്ലാം കൂടെ കടത്തി വിടേണ്ട ആവശ്യമില്ല. അപ്പൊ ഫിൽറ്റർ അത് മാത്രം കടത്തി, പെർട്ടിക്കുലർ ഫ്രീക്വൻസി മാത്രം, ആൽഫ ബീറ്റ ഗാമ ഡെൽ ഇതെല്ലാം കടത്തി വിടാനായിട്ട്, പെർട്ടിക്കുലർ ഫ്രീക്വൻസി മാത്രം കടത്തി വിടാനായിട്ട്. പിന്നെ ഇതിന്റെയൊക്കെ സെൻസിറ്റിവിറ്റി ടെസ്റ്റ് ചെയ്യാനായിട്ട് നമുക്കൊരു പ്രൊവിഷനും ഉണ്ട്. പിന്നെ ഈ ഫിൽറ്ററിന്റെ ഔട്ട്പുട്ട് ആണ് അനലോഗ് ടു ഡിജിറ്റൽ കൺവേർട്ടർ, ഡിജിറ്റൽ ആക്കി നമ്മൾ സ്റ്റോർ ചെയ്യാണ് കമ്പ്യൂട്ടറിലും ഓസിലോസ്കോപ്പിലും ഒക്കെ. ഇനി അത്രയും ഡൗട്ടേ ഉള്ളൂ. ഇനി പ്രത്യേകിച്ച് ഡൗട്ടൊന്നും കാണുന്നില്ല. നമ്മുടെ ടൈമും ഏതാണ്ട് കഴിയാറായി. താങ്ക് യു ഷീജാസ് ഫോർ ഹോസ്റ്റിംഗ് a very enlightening section of our students. We look forward to more of your classes, and thank you to all students for attending the session and providing your valuable feedbacks. Thank you everybody. Thank you. Thank you, teacher.